ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ദം ബിരിയാണി ഉണ്ടാക്കാം. അതിനായി 1 കിലോ ചിക്കൻ കഴുകിയെടുത്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 3 വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് മല്ലിയില, പുതിനയില, 3 സ്പൂൺ തൈര്, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ മാറ്റിവെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കാം. അതിലേക്കായി 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് അരിഞ്ഞ സവാള നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന സവാള നമുക്ക് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് വഴണ്ടു വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇനി നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. തക്കാളി കൂടി വഴണ്ടു വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. ചോറ് തയ്യാറാക്കാനായി ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കാം. ഈ വെള്ളത്തിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി, നാരങ്ങ എന്നിവ ചേർക്കാം. 1/2 സ്പൂൺ നെയ്യും കൂടി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് യോജിപ്പിച്ച് എടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ജീരകശാല അരിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ചിക്കന് മുകളിലായിട്ട് ഒരു ലെയർ ചോറിടാം. അതിൻ്റെ മുകളിലേക്ക് വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില എന്നിവ ചേർക്കാം. ഇനി ഒരു കളർ കിട്ടാനായി ഞാനിവിടെ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അല്പം നാരങ്ങാ നീര് കൂടി ചേർക്കാം. അതിന് മുകളിൽ ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി വന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും നാരങ്ങാ നീരും ചേർത്ത് അടച്ച് ദം ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഇനി ഇത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.